ഓം നമ ശിവായ. നാം ഇന്ന് പറയുന്നത് വാസ്തു ജ്യോതിഷത്തിനെ കുറിച്ചാണ്. വാസ്തു ജ്യോതിഷത്തിൽ ജലസ്രോതസ്സുകളെക്കുറിച്ചും ജലസ്രോതസ്സുകൾ നിൽക്കുന്ന കൊണ്ടുള്ള ഗുണദോഷങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ആ ജലസ്രോതസ്സുകളെല്ലാം തന്നെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്തെല്ലാമാണ്. അത് വൃക്ഷങ്ങളാണ് ജലസ്രോതസ്സുകൾ എവിടെയെല്ലാം ഉണ്ട് എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ കാണിച്ചു തരുന്ന വൃക്ഷങ്ങൾ നമ്മൾക്ക് നിധി ഉള്ള സ്ഥലവും കാണിച്ചു തരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ സിരകളിലൂടെ രക്തം സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ ഭൂമിയുടെ ഉള്ളിലുള്ള സിരകളിലൂടെ ജലം സഞ്ചരിക്കുന്നുണ്ട്. അത് ഇന്ദ്രൻ, അഗ്നി, യമൻ, നിര്യതി, വരുണൻ, വായു, സോമൻ, ഈശാനൻ എന്നീ അഷ്ടദിക്പാലകന്മാരാണ് അതിൻ്റെ എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത്. 4 ഭാഗങ്ങളിലായി ഈ അഷ്ടദിക്പാലകന്മാരെ നിൽക്കുന്ന ജലസ്രോതസ്സുകളെല്ലാം തന്നെ ശുഭന്മാരും, കോൺ രാശികളിലായി നിൽക്കുന്ന ജലസ്രോതസ്സുകൾ അശുഭന്മാരുമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ജലസ്രോതസ്സുണ്ട്. അത് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്ത് നിന്നും, അഥവാ പാതാളത്തിൽ നിന്നും അതിശക്തമായി നിർഗമിക്കുന്നതും അത് ശക്തമായി ഭൂമിയുടെ ഉള്ളിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെയുള്ള ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ 9 ജലസ്രോതസ്സുകളാണ് ഭൂമിയുടെ ഉള്ളിലുള്ളത്. എന്നാൽ ആ ജലസ്രോതസ്സുകൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അത് വൃക്ഷങ്ങളാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ജലം ഒട്ടും തന്നെ ഇല്ലാത്ത പ്രദേശത്ത് കടമ്പ വൃക്ഷം നിൽക്കുകയാണെങ്കിൽ അവിടെ 3.5 കോൽ താഴ്ചയിലായിട്ട് ജലസ്രോതസ്സുകൾ ഉണ്ടായിരിക്കും. കടമ്പ വൃക്ഷം നിൽക്കുന്നതിൻ്റെ 3 കോൽ അകലെയായി, 3 കോൽ പടിഞ്ഞാറ് ഭാഗത്തായി 3.5 താഴ്ചയിൽ ജലസ്രോതസ്സ് ഉണ്ടായിരിക്കും. ഞാവൽ മരത്തിൻ്റെ തെക്ക് ഭാഗത്തായി 3.5 കോൽ അകലെയായി 3 താഴ്ചയിൽ ജലം ഉണ്ടായിരിക്കും. ഞാവൽ മരത്തിൻ്റെ ചുവട്ടിൽ പുറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വടക്ക് ഭാഗത്ത് 4.5 താഴ്ചയിലായി ജലസ്രോതസ്സ് ഉണ്ടായിരിക്കും. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ പുറ്റുണ്ടെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് 3.5 കോൽ അകലെയായി 3.5 താഴ്ചയിൽ ജലസ്രോതസ്സ് ഉണ്ടായിരിക്കുകയും അവിടെ 1/2 താഴ്ചയിലായി വെളുത്ത സർപ്പത്തിനെയും കാണുവാൻ കഴിയും. എന്നാൽ നീർമരുത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പുറ്റുണ്ടെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി 4 കോൽ അകലെയായി 3.5 താഴ്ചയിൽ ജലസ്രോതസ്സ് ഉണ്ടായിരിക്കും. എന്നാൽ ജലസ്രോതസ്സ് ഒട്ടും തന്നെ, അഥവാ ജലം ഒട്ടും തന്നെ ഇല്ലാത്ത സ്ഥലത്ത്, നിർജ്ജല പ്രദേശങ്ങളിൽ കരിനച്ചി എന്ന വൃക്ഷം നിലനിൽക്കുകയാണെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നും 3.5 കോൽ അകലെയായി 3.5 താഴ്ചയിൽ ജലമുണ്ടായിരിക്കും. അതിൻ്റെ 1/2 കോൽ താഴ്ചയിൽ ചുവപ്പ് നിറത്തിലുള്ള മത്സ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ഇതുകൂടാതെ തന്നെ
വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറയുന്നത് അത്തിമരത്തിൻ്റെയും പ്ലാഷിൻ്റെയും ഒന്നിച്ച് വളരുന്ന സ്ഥലത്ത് 3.5 കോൽ അകലെയായി തെക്ക് ഭാഗത്ത് ജലസ്രോതസ് ഉണ്ടായിരിക്കും. അത് 3.5 ആൾ താഴ്ചയിലായിരിക്കും. എന്നാൽ വീണ്ടും അവിടെ നിന്ന് അരയാൾ താഴ്ചയിലേക്ക് പോകുമ്പോൾ സർപ്പങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ എവിടെയാണോ കോപിതാര വൃക്ഷമുള്ളത്, ആ കോപിതാര വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പുറ്റുണ്ടെങ്കിൽ അതിൻ്റെ വടക്ക് ഭാഗത്ത് 4.5 കോൽ മാറി 3.5 ആൾ താഴ്ചയിലായിട്ട് ജലസ്രോതസ് ഉണ്ടായിരിക്കും. അവിടെ നിന്നും 2 ആൾ താഴ്ചയിലായിട്ട് താമരപ്പൂവിൻ്റെ ഉള്ളിലുള്ള നിറത്തോടു കൂടിയ സർപ്പങ്ങൾ ഉണ്ടായിരിക്കും. കൂടാതെ വ്ലാം മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും 3.5 കോൽ അകലെയായി തെക്ക് ഭാഗത്തായി 2.5 കോൽ വീണ്ടും മാറി 2.5 ആൾ താഴ്ചയിലായിട്ട് വൃക്ഷങ്ങളുടെ ഒന്നും തന്നെ ഇല്ലാത്ത പ്രദേശത്തായിട്ട് വളരെയധികം ജലസ്രോതസ് ഉണ്ടായിരിക്കും. ആ ജലസ്രോതസ്സുകളെല്ലാം തന്നെ വളരെ ഉന്നതിയിൽ എത്തുന്നതും നല്ല ഇതായിട്ടുള്ള ഫലം നൽകുന്നതുമായിരിക്കും. എന്നാൽ ഇതുകൂടാതെ കൊണ്ട് തന്നെ നാം വളരെയധികം ശക്തമായിട്ടുള്ള നീരൊഴുക്കുള്ള പ്രദേശങ്ങളെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായി വരുന്നത് വളരെയധികം ജലം സംഭരിക്കുവാൻ കഴിവുള്ള പ്രദേശങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. അതിൽ ഓരോ മേഖലകളിലെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള മണ്ണിനെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന പ്രദേശങ്ങളുണ്ട്. വളരെയധികം മരങ്ങൾ നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്. മരങ്ങൾ ഇല്ലാത്ത ധാരാളം പ്രദേശങ്ങളുണ്ട്. എന്നാൽ വരമഞ്ഞൾ എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നും തെക്ക് ഭാഗത്ത് പുറ്റുണ്ടെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3.5 കോൽ അകലെയായി 3.5 ആൾ താഴ്ചയിൽ 5/3 ആൾ താഴ്ചയിൽ വളരെയധികം ജലം ഉണ്ടായിരിക്കും. അവിടെ നിന്നും 1 ആൾ താഴ്ചയിലായിട്ട് കൃഷ്ണസർപ്പത്തെയും കാണുവാൻ സാധിക്കും. എന്നാൽ വീണ്ടും നമ്മൾ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് പുല്ലുള്ള പ്രദേശങ്ങളിൽ പുല്ല് കിളിർക്കാതിരിക്കുക, പുല്ലില്ലാത്ത പ്രദേശങ്ങളിൽ പുല്ല് കിളിർക്കുക, അങ്ങനെ ഉണ്ടാകുന്നതായതിനാൽ നമ്മൾ വിചാരിക്കുക അവിടെ ജലസ്രോതസ് ധാരാളം ഉണ്ടായിരിക്കും. അത് 4.5 ആൾ താഴ്ചയിൽ അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ ധാരാളം ജലസ്രോതസ് കാണുവാൻ സാധിക്കും. അവിടെ നിധിയും ഉണ്ടായിരിക്കും. എന്നാൽ മുള്ളുള്ള വൃക്ഷങ്ങളുടെ നടുക്ക് മുള്ളില്ലാത്ത വൃക്ഷം നിൽക്കുകയും മുള്ളുള്ള വൃക്ഷങ്ങളുടെ നടുക്ക് മുള്ളില്ലാത്ത വൃക്ഷം നിൽക്കുകയും ചെയ്താൽ അവിടെ 4.5 കോൽ അകലത്തിലായി 3.5 ആൾ താഴ്ചയിൽ കുഴിച്ചാൽ അവിടെ നിധി ഉണ്ടായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുന്നു.
നന്ദി, നമസ്കാരം.